നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. നാളെയാണ് വോട്ടെണ്ണൽ. നാളെയാണ് ടി.പി. ചന്ദ്രശേഖരന്റെ ചരമവാർഷികം. നാളെയാണ് കേരളത്തിൽ ഇടത് മുന്നണി അധികാരത്തിൽ തുടർന്നോ വേണ്ടിയിരുന്ന തീരുമാനിക്കുക. നാളെയാണ് ടി.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നതിന്റെ 12ാം ചരമവാർഷികം. ഇതൊരു കോയിൻസിഡൻസ് ആണ്. ഈ ഒത്തുചേരൽ യാദൃച്ഛികമാണോ അതോ കാലത്തിന്റെ ഒരു നിയോഗമാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ. കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ അധികാരത്തിലിരുന്നതിനെ ജനം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നാളത്തെ വിധിയിലൂടെ അറിയാം. പിണറായിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുന്നു. പിണറായിയുടെ ധാർഷ്ട്യവും പിണറായിയുടേതായി ആരോപിക്കപ്പെടുന്ന അഹങ്കാരവും പിണറായിയുടെ അധികാരത്തിന്റെ ആ ശബളിമയും ഒക്കെ ജനത്തിന് ഇഷ്ടമായിരുന്നോ അല്ലയോ എന്ന് നാളെ അറിയാം. ടി.പി. ചന്ദ്രശേഖരന്റെ മരണദിനത്തില് പിണറായി വിജയൻ വിജയിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കുള്ള ഒരു അംഗീകാരമായി കണക്കാക്കാം. അതേസമയം ഒരു പരാജയമാണ് അത് ഏറ്റുവാങ്ങുന്നതെങ്കിൽ ചരിത്രത്തിൽ പലതിനോടും അദ്ദേഹം മറുപടി പറയേണ്ടി വരും, അദ്ദേഹത്തിനും പാർട്ടിക്കും. കാരണം ടി.പി. ചന്ദ്രശേഖരന്റെ മരണം പാർട്ടിയുടെ മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. 1957 ഇ.എം.എസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ലോകത്തിലെ തന്നെ 2ാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്നത്. നമുക്കറിയാവുന്നതുപോലെ ആ സർക്കാർ ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങളിലൂടെ, ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങളിലൂടെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പല നിയമ ഭേദഗതികളെ കൊണ്ടുവന്നു. അതിനുശേഷം പല സർക്കാരുകൾ മാറി മാറി വന്നു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ പലതവണ ആവർത്തിച്ച് കേരളം തിരിച്ചു. അതിന്റെ ഗുണദോഷങ്ങളിലേക്കൊന്നും കടക്കേണ്ട സമയമല്ല ഇത്. പക്ഷേ നാളത്തെ വിധി നിർണായകമാണ്. കാരണം ഇതുവരെ വന്ന സർക്കാരുകളിൽ നിന്നും, ഇതുവരെ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ നിന്നും വളരെ ഭിന്നമായ ഒരു നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയ സർക്കാരാണ്. ഈ സർക്കാർ നടപ്പാക്കിയ പല പദ്ധതികളും, വികസന പദ്ധതികളും, അതിനുവേണ്ടി കടമെടുത്ത് കൂട്ടി ജനങ്ങളെ കടബാധ്യതയിൽ എത്തിച്ചു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണവും ഇതൊക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു ജനവിധിയാണിത്. ഈ ജനവിധി LDF സർക്കാരിന് അനുകൂലമാണെങ്കിൽ കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി കടമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് കൊടുക്കുന്ന ലൈസൻസ് ആണ് ഇത്. അതേസമയം ഇതിലെ ഇടതുമുന്നണിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ സാമ്പത്തിക നയം ഉൾപ്പെടെ ഇടത് സർക്കാരിന്റെ പല നയങ്ങളും തിരുത്തപ്പെടേണ്ടതാണെന്ന് ജനം കരുതുന്നു എന്നാണ് അർത്ഥം. 1921 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ അന്ന് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും 2 പത്രസമ്മേളനങ്ങൾ നടത്തി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇടത് സർക്കാരിനെ താഴെയിറക്കിക്കൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ്. വോട്ടെല്ലാം 2 ദിവസം മുമ്പായിരുന്നു ഈ പത്രസമ്മേളനങ്ങൾ. പ്രതിപക്ഷ നേതാവിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇടത് സർക്കാർ എന്താ തുടർഭരണത്തിലേക്ക് വരാൻ പോകുന്നു വൻ ഭൂരിപക്ഷത്തോട്. അപ്പോൾ ആരും പറഞ്ഞു, പ്രതിപക്ഷം വിജയം ഉറപ്പാക്കി മന്ത്രിസഭ രൂപവത്കരിക്കാൻ തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ 2 ദിവസം കൂടി സന്തോഷത്തോടെ ഇരുന്നോട്ടെ. പക്ഷെ ഇത്തവണ ആ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ പിണറായി വിജയൻ അർത്ഥകർമ്മമായ മൗനമാണ് അവലംബിച്ചത്. കൗണ്ടിങ്ങിന്റെ തലേദിവസവും അദ്ദേഹം ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല, ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല. പോളിംഗിന്റെ ദിവസം മുതൽ ഇന്ന് വരെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തില്ല, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ്. അവിടെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയില്ലോ എന്നറിയില്ല. എന്തായാലും ഒരാളുടെ മൗനവും മറ്റൊരാളുടെ ആത്മവിശ്വാസവും നൽകുന്ന സൂചന എന്താണ് എന്ന് കാത്തിരുന്ന് കാണാനേ കഴിയും. നാളെ ജനം വിധി എഴുതുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി അത് മാറും.